കൊന്ന് 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 അടിച്ചോനെ കഴിഞ്ഞു അല്ലാ കൊന്നു ഓൻ്റെ ഒരു ചിരി. ഇപ്പൊ ചങ്ങന്മാരെ നമ്മള് ചെറുമട്ടത്തിൽ ചാടാമെന്നാണ്. ഈ കുളത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞതിന്റെ ആവശ്യം ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയണ കുളം തന്നെ. ഇവന്റെ മെയിൻ പരിപാടി ഇതാണ്, താത്ത മുക്കുക അതന്നെ ഒരു പരിപാടി. ഇതിലൊരു ആനന്ദം കണ്ടെത്തുക, അതാണ് അവന്റെ മെയിൻ. അടി ബാക്കിയായത് കഴിച്ചിലായി. അപ്പൊ പിന്നെ നമ്മളെന്ത് ചെയ്ത് ഓനൊന്ന് മുക്കാൻ നോക്കി, ഊട്ട അനങ്ങണില്ല, ഒരു അടി അനങ്ങണില്ല. നമ്മളെ മുത്തു അടുത്ത ആലോചനയിലാണ് എന്തപ്പോ ചെയ്യേണ്ടത്, മുക്കണ താത്തണ പൊക്കണ എന്നുള്ളത്. ഓനക്ക് പിന്നെ ഈ കുളമൊന്നും നീന്താൻ പോരാ, വലിപ്പം പോരാന്ന് അവൻ പറയണ്ടേ. നമ്മൾ പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല, ഒരു കുളം കുത്തല് അതൊക്കെ എടുക്കണത്. അങ്ങേ തലക്കുന്ന ഇങ്ങേ തലക്കിലേരെ നീന്തുമ്പോ ഒരു പ്രത്യേക സുഖം. കുറെ കാലത്തിന് ശേഷം കേട്ടോ നമ്മളെന്ന് നീന്താൻ പറ്റുന്നത്. അതിനുള്ള പൊലിവ് നമ്മുടെ അടുത്തുണ്ടാവും. ഇപ്പൊ പിന്നെ തിരിഞ്ഞും മറിഞ്ഞും പല രീതിയിൽ നമ്മൾ നീന്തൽ തുടങ്ങി. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ തന്നെ ഉള്ളൂ എന്ന്. അത് ശരി തന്നെ, ഞാൻ തന്നെ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് കരക്കെന്ന് നീന്തണ ഇഷ്ടം. അവിടെ പിന്നെ നമ്മൾ പോലെ ആ കരക്ക് തന്നെ വെച്ചു. സംഭവം ഏതായാലും ഉസാറായിട്ടാണ് നമ്മൾ കുറെ കാലത്തിന് ശേഷം അങ്ങനെ ഒരു നീന്തലൊക്കെ ചെയ്യണത്. ഇപ്പം എന്താ പറയാനുള്ളത് അറിയാം, ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. സംഭവം സെറ്റാവും. നമ്മൾ പ്രവാസികളെ കൈകാര്യം ഒന്നും കൂടി ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് വരില്ലേ. നാടി കഴിഞ്ഞാൽ പിന്നെ ഒരു വിശപ്പ് അതെന്തായാലും ഉണ്ടാവും. അവൾക്ക് വേറെ ഏതൊക്കെ ഹോസ്പിറ്റലിൽ പോയി, അവിടുന്ന് ഊട്ടിക്ക് പോകാനുള്ള ഓടുണ്ടോ? അല്ല ഊട്ടിക്കാണ്. ആര് ഭാഷ മട്ടൻ പോകണ്ടേ? മട്ടൻ വേണ്ട, മീനൊക്കെ മത്തി കിലോ 1 ബീഫാണ് ചിക്കൻ കുഴപ്പമില്ല, പൊറോട്ട അടിക്കാം. ഇന്നലെ പൊടിയാണല്ല കിട്ടലേക്ക് കോഫി എടുത്തു. ഇരുപത്താണ് സന്ധ്യ പോരാ പോരാ. അതാ മീൻകറി നല്ല മീൻകറി നല്ല